അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരിമാരെ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻ ഖാല ഖറജ അലൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം ഞങ്ങളുടെ അടുത്തേക്ക് കടന്നു വന്നു. ഫഖാല, എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഖുദു ജുന്നതക്കും, നിങ്ങൾ ഒരു പരിച ഒരുക്കുക. ഖുൽന, അപ്പം ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, അമിൻ അദുവുൻ ഹദറ, വല്ല ശത്രുക്കളും വന്നോ? ഫഖാല, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖുദു ജുന്നതക്കും മിനന്നാരി, നരകത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി നിങ്ങൾ ഒരു പരിച തയ്യാറാക്കുക. ഖൂലു, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഫഇന്നഹുന്ന, ഈ ദിക്റുകൾ, യഅ്തീന, അവകൾ വരും, യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ, മുസ്തഖദിമാത്തിൻ വ മുസ്തഅഖിറാത്തിൻ വ മുൻജിയാത്തിൻ വ മുജന്നിബാത്തിൻ. ഈ ദിക്റുകൾ ചൊല്ലിയവരുടെ മുന്നിലും പിന്നിലും വലതുഭാഗത്തും ഇടതുഭാഗത്തും അവർക്ക് രക്ഷാകവചമായിട്ട് ഈ ദിക്റുകൾ അന്ത്യനാളിൽ വരുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. വഹുന്നൽ ബാഖിയാത്തുസ് സാലിഹാത്ത്, ഇവകൾ എന്നെന്നും നിലനിൽക്കുന്ന, ഒരിക്കലും മുറിഞ്ഞു പോകാത്ത പുണ്യങ്ങളാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ധാരാളം ദിക്റ് ചൊല്ലിയാൽ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്റുകൾ ചൊല്ലിയാൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകാഗ്നിയിൽ നിന്ന് നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.